നമസ്കാരം, എല്ലാവർക്കും മൈമഞ്ചർ PSCയിലേക്ക് സ്വാഗതം. നമ്മുടെ CPOയുടെ POIQ സെഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ POIQ സെഷൻ്റെ പാർട്ട് 2 ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ അത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരിക, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത സെഷനിലേക്ക് നമ്മൾ പോകുന്നു. എല്ലാ പോർഷനും കവർ ചെയ്ത് വരും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോർഷൻ ക്വസ്റ്റ്യൻ പോക്സോയുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം 8 മോഡ്യൂളിൽ ചെറിയൊരു മോഡ്യൂളാണ് പോക്സോ നിയമം, 2 മാർക്ക്. നമുക്കറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുന്നയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത്? ഈ ക്വസ്റ്റ്യൻ കിട്ടിയാണ് തന്നെ ആൻസറിലേക്ക് എത്തുക നിങ്ങൾ. ഓക്കെ, ഒരു എക്സാം മോഡലിലാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പോക്സോയിലെ 22ാമത്തെ സെക്ഷനിലേക്ക് പോവുക. വ്യാജ പരാതിയുമായി ബന്ധപ്പെട്ട് വ്യാജ പരാതിയുടെ 3 കണ്ടീഷനാണുള്ളത്. കണ്ടീഷൻ 1 എന്നറിയാം, 2 അറിയാം, 3 അറിയാം. ഏതെങ്കിലും ഒരാൾ ഒരു കുട്ടിയോട് മോശമായി പെരുമാറി എന്ന വ്യാജ പരാതി കിട്ടിയാൽ എന്ത് ശിക്ഷ? അതാണ് ഈ ക്വസ്റ്റ്യൻ. കണ്ടോ, കുട്ടിയോട് ലൈംഗിക അതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുന്നയാൾക്ക് 6 മാസത്തോളം തടവും പിഴയും കിട്ടും. 6 മാസം. ആൻസർ സി ആണ്. 6 മാസത്തെ തടവും പിഴയും കിട്ടും. എന്നാൽ കുട്ടിയാണ് പരാതി കൊടുത്താൽ കുട്ടിക്ക് ശിക്ഷയില്ല. എന്നാൽ ഒരു മുതിർന്ന വ്യക്തി കുട്ടിക്കെതിരെയാണ് പരാതി കൊടുത്തെങ്കിൽ അയാൾക്ക് 1 വർഷം. ഇതാണ് 22ാമത്തെ വകുപ്പ് പോക്സോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന സെക്ഷൻ നിങ്ങൾ നോട്ടിലൂടെയും അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിലൂടെയൊക്കെ ഒന്നും ഓടിച്ചു പോവുക. അപ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് മാക്സിമം കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. IT ആക്ട് ആണ്. IT ആക്ട് 2000 പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത്? അപ്പോൾ ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ്, നമുക്കറിയാം യൂസർ നെയിം, പാസ്വേഡ് മോഷ്ടിക്കുന്ന ആൾക്കുള്ള പരമാവധി ശിക്ഷ നമുക്കറിയാം എത്രയാണ്? 3 വർഷവും 1 ലക്ഷം രൂപയുമാണ്. 3 വർഷവും 1 ലക്ഷം രൂപയുമാണ്. അപ്പോൾ ഇവിടെ ശിക്ഷയാണ് ചോദിച്ചത്, എത്രയാണ്? 3 വർഷത്തെ തടവാണ്. 3 വർഷത്തെ തടവാണ് യൂസർ നെയിം, പാസ്വേഡ് എന്ന് നമ്മൾ അറിയിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് ചെയ്യുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ. ഈ തുടർച്ചയായെന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു എന്നാണ്. നമുക്കറിയാം, ഒരു ശിക്ഷ കൊടുക്കുന്നു, അടുത്തൊന്ന് ആവർത്തിച്ചാൽ വീണ്ടും ശിക്ഷ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രദർശിപ്പിക്കുകയും, അപ്പോൾ നമുക്കറിയാം ഏത് സെക്ഷനാണ് കുട്ടികളെ സംബന്ധിക്കുന്നത്? 67B ആണ്, ചൈൽഡ് പോണോഗ്രഫി. അപ്പോൾ ഈ ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കുള്ള ആവർത്തിച്ചാലുള്ള ശിക്ഷയാണ് നമുക്കിവിടെ ചോദിച്ചത്. ആവർത്തിച്ചാൽ എത്രയാണ്? 7 വർഷത്തെ തടവും 10 ലക്ഷം രൂപയുമാണ്. 7 വർഷവും 10 ലക്ഷവും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ആവർത്തിച്ചാൽ 67B ആണ്. പഠിച്ചോളുക, ചൈൽഡ് പോണോഗ്രഫി. ഞാൻ ഈ പറയുന്ന സെക്ഷൻ നിങ്ങൾ എന്തുകൂടെ ചെയ്യുക? അവിടെ വായിച്ചുകൂടെ ചെയ്യുക. കാരണം നമ്മൾ ഒരുപാട് ലാഗായി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാനുള്ള സമയം കുറയും. അപ്പോൾ നമ്മളിത് പറഞ്ഞു പോകുമ്പോൾ ഈ സെക്ഷൻ നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് കൂടെ നോക്കി കൺഫേം ചെയ്തോളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ RT ആക്ട്, വിവരാവകാശ നിയമം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ BNSS കുറച്ച് പ്രാധാന്യം കൊടുത്തു. ഇന്ന് നമ്മൾ അടുത്ത ഭാഗങ്ങൾക്കാണ് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ RT ആക്ട്, വിവരാവകാശ നിയമം 2005 പ്രകാരം 3ാം കക്ഷി. നമുക്കറിയാം വിവരാവകാശ നിയമത്തിൽ ആകെ 4 സെക്ഷനെ നമുക്ക് സിലബസിൽ പഠിക്കുന്നുള്ളൂ. 4 സെക്ഷൻ. ഏതൊക്കെയാണ് ആ 4 സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 Clause F, 8, 9, 11. അതിൽ 11 നമുക്കറിയാം 3ാം കക്ഷി വിവരം എന്നാണ്. ഓക്കെ, 3ാം കക്ഷി വിവരവുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരിൽ നിന്ന് ഏതെങ്കിലും വിവരത്തിൻ്റെയോ രേഖയോ സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം അദ്ദേഹത്തിന് നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനെതിരെ പരാതി നൽകാം? ഒരു വിവരം കിട്ടി, 3ാം കക്ഷി വിവരം കൊടുത്തു, ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അപ്പീലിന് പോകാം. എത്ര ദിവസത്തിനകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകമാണ്. ആൻസർ ഓപ്ഷൻ B ആണ്. നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം ഇദ്ദേഹത്തിന് അപ്പീലിന് പോകാം, അല്ലെങ്കിൽ പരാതിക്ക് നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനെതിരെ പരാതി നൽകാമെന്ന് അറിയുക. 3ാം കക്ഷി വിവരം വളരെ നന്നായിട്ട് പഠിച്ചുകൊള്ളുക. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും, 3ാം കക്ഷി വിവരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില സംഗതികളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ്. ചില സംഗതികളിൽ, ചില വിഷയങ്ങൾ പുറത്ത് കൊടുക്കാൻ പറ്റില്ല. വിവരാവകാശമാണെങ്കിലും ചില സംഗതികളുടെ പ്രാപ്യത നൽകാൻ സാധിക്കില്ല. അതേത് വകുപ്പിൽ പ്രതിപാദിക്കുമെന്ന് ചോദിച്ചാൽ 9ാമത്തെ വകുപ്പിലാണ്. അപ്പോൾ അവിടെ ഓർമ്മിക്കണം RT ആക്ട് സെക്ഷൻ 9.
ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില സംഗതികളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏതാണ് 9ാമത്തെ വകുപ്പ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമായിട്ടുള്ളത്? നമുക്കറിയാം കേരള പോലീസ് ആക്റ്റാണ്. KP ആക്ട് വളരെ എളുപ്പമാണ്. കേരള പോലീസ് ആക്ടിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. ഇത് നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമുകളിൽ ഒന്നിലെങ്കിലും ചോദിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിലുണ്ടോ എന്നറിയാനുള്ള അവകാശം. അതായത് 8ാമത്തെ സെക്ഷൻ കേരള പോലീസ് ആക്ടിലെ 8ാമത്തെ വകുപ്പാണ് ഈ പറയുന്നത്. 8ാമത്തെ വകുപ്പ് എന്താണ്? ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിലുണ്ടോ എന്നറിയാൻ. 2, എല്ലാ കേസുകളിലും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നതിന് അവകാശമുണ്ട്. 3, സ്ത്രീകൾക്ക് സ്വകാര്യതയോടെ പരാതി കൊടുക്കാൻ അവകാശമുണ്ട്. 4, പരാതി നൽകിയതിൻ്റെ കൈപ്പറ്റ് രസീത് കിട്ടാൻ അവകാശമുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് 8ൽ വരുന്നു അല്ലെങ്കിൽ ഏതൊക്കെ 8ൽ വരുന്നില്ല എന്ന് നമുക്ക് നോക്കാം. ആൻസർ ഏതൊക്കെയാണ്? 1 ശരിയാണ് അല്ലേ. ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്നറിയുവാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കുമുണ്ട്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. 2 തെറ്റാണ്. എല്ലാ കേസുകളിലും സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ അവകാശമൊന്നുമില്ല. എല്ലാ കേസുകളിലും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാനുള്ള അവകാശം ആർക്കുമില്ല. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് 2. 3, സ്ത്രീകൾക്ക് സ്വകാര്യതയോടെ പരാതി കൊടുക്കാൻ അവകാശമുണ്ട്. ഉണ്ട്, കറക്റ്റാണ്. 4, പരാതി നൽകിയതിൻ്റെ കൈപ്പറ്റ് രസീത് കിട്ടാനുള്ള അവകാശമുണ്ട്. അതും കറക്റ്റാണ്. അപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്നത് 1, 3, 4 വരുന്ന ഓപ്ഷൻ വരണം. ആൻസർ സി ആണ്. 1, 3, 4 ശരിയാണ്. ക്ലിയർ ആണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്നതിന് ആവർത്തിച്ച് ശിക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തി വീണ്ടും അതേ കുറ്റം ചെയ്താൽ 31A സെക്ഷൻ 31A പ്രകാരം NDPS ആക്ടിലെ അല്ലേ വധശിക്ഷയെ പറ്റി പറയുന്നതാണ്. ശിക്ഷ എത്രയാണ്? അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. 31Aയിൽ എന്താണ് പറയുന്നത്? 24, 19, 27A അല്ലെങ്കിൽ 19, 24, 27A ഈ 3 വകുപ്പുകളും കുറ്റകൃത്യം ആവർത്തിച്ചാൽ പരമാവധി വധശിക്ഷ നൽകാം. അപ്പോൾ NDPS ആക്ടിലെ വധശിക്ഷ നൽകാം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് കൂടെയാണ് 31A. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. വധശിക്ഷയാണ് ആൻസർ. ഓപ്ഷൻ സി വധശിക്ഷയാണ് ആൻസർ എന്നറിയുക. വധശിക്ഷയാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പോലീസിൻ്റെ കൃത്യനിർവഹണത്തിന് സഹായമാകുന്നതിനായി കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ഏത് നിയമമാണ് പ്രതിപാദിക്കുന്നത്? നമുക്കറിയാം കേരള പോലീസ് ആക്ടിലെ 64ാമത്തെ വകുപ്പാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ്. നമുക്കറിയാം ജനങ്ങളുടെ സഹായം അല്ലെ, കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയെ ഉൾപ്പെടുത്തി ജില്ലാ പോലീസ് മേധാവി നിയമിക്കുന്നതാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറയുന്നത്. സർക്കാർ അനുമതിയോടുകൂടി പോലീസിനെ സഹായിക്കാൻ വേണ്ടി. അതാണ് സെക്ഷൻ 64. ഓപ്ഷൻ ഏതാണ്? സെക്ഷൻ 64 പോലീസ് ആക്ട്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സെക്ഷൻ 64 കേരള പോലീസ് ആക്ട്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് സെക്ഷൻ 64 KP ആക്ട്. പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയുടെ പ്രായപരിധി എത്ര? അപ്പോൾ നമുക്കറിയാം കേരള പോലീസ് ആക്ടിലെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 98. ഏതാണ്? സെക്ഷൻ 98. അത് ഇവിടെ പറയുന്നു. എത്ര വയസ്സ് മുതലുള്ളവരെയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറായി പരിഗണിക്കാവുന്നതെന്ന് ചോദിച്ചാൽ 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആരോഗ്യവാനും സൽസ്വഭാവിയും സന്നദ്ധനുമായ വ്യക്തികളെയാണ്. പ്രത്യേകിച്ച് NCC, NSS, SPC, വിരമിച്ച പോലീസുകാർ, പട്ടാളക്കാർ എന്നിവർക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കുന്നത്. ഇത് നമുക്കറിയാം സെക്ഷൻ 98 ആണ്. ഏതാണ്? കേരള പോലീസ് ആക്ട്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. മറ്റു വ്യക്തിയുടെ അല്ലേ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാകുന്നത് ഏത് നിയമപ്രകാരം? നമുക്കറിയാം മറ്റു വ്യക്തിയുടെ ATM കാർഡ്, അയാളുടെ പാസ്വേഡ്, മറ്റ് നമ്പറുകൾ ഉപയോഗിച്ച്. അത് അറിയാം. വകുപ്പ് 66 IT ആക്ടിലെ ഏത് സെക്ഷൻ എന്ന് ചോദിച്ചാൽ 66C ആണ്. 66C. അതിങ്ങനെ ഓർത്താൽ C ഫോർ കാർഡ് എന്ന് ഓർമ്മിച്ച് എളുപ്പത്തിൽ കിട്ടും. എളുപ്പമായിട്ട് കിട്ടും അല്ലേ? 66C എന്ന് ഓർമ്മിക്കുക. അപ്പോൾ അവിടെ ഓർക്കേണ്ടത് IT ആക്ടിലെ ഏത് വകുപ്പെന്ന് ചോദിച്ചാൽ 66C. ഇവിടെ ഏത് നിയമം എന്നാണ് ചോദിച്ചത്? അത് IT ആക്ട്. ഓക്കെ അല്ലേ? ATM കാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ,
മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവും കള്ളക്കടത്തും ശിക്ഷാർഹമാക്കുന്നത് കൊണ്ടുവന്ന പ്രത്യേക നിയമമേത്? അപ്പം മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവും ശിക്ഷാർഹമാക്കുന്ന ഒരു നിയമം ഏതാണെന്ന് ചോദിച്ചാൽ NDPS നിയമമാണ് അല്ലേ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985. ഈ നിയമത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സൈസിൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കൂടെ വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോയാൽ നന്നായിരിക്കും. കാരണം NDPS നിന്ന് ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സൈസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ നിന്നും വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സൈസിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ലവണ്ണം യൂസായി എന്നറിഞ്ഞു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും CPOയുടെ ക്വസ്റ്റ്യനും യൂസാവും. നമ്മൾ ഈ പഠിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും, ഷുവറാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കാണുക, വർക്കൗട്ട് ചെയ്യുക. ഇത് മാത്രം കാണരുത്, ഇതിന് റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ പറയും, അത് കേൾക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുകയും കൂടെ ചെയ്താലേ കിട്ടുള്ളൂ. കുറച്ചുകൂടെ സിലബസ് വലുതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് NDPS നിയമം 1985 ആണ്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമം 1985. എത്ര വകുപ്പുണ്ട്? അതായത് 6ഓളം വകുപ്പും അതുപോലെ തന്നെ 83ഓളം സെക്ഷനുകൾ ഉൾപ്പെടുന്നതാണ് NDPS നിയമം. അടുത്തത്, താഴെ പറയുന്നതിൽ വിവര സാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്ന കുറ്റം ഏത്? അതായത് ജീവപര്യന്തം, ബാക്കി മിക്കവാറും എല്ലാം 3 വർഷമൊക്കെയാണ് വരുന്നത്, ആവർത്തിച്ചാൽ 7, 10 അങ്ങനെയൊക്കെ വരും. പക്ഷേ ഇവിടെ ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന ഒരേ കുറ്റമേ ഉള്ളൂ, അത് സൈബർ ടെററിസം ആണ്. 66F IT ആക്ട് 66F സൈബർ ടെററിസം എന്ന് ഓർമ്മിക്കുക. ഓപ്ഷൻ D ആണ് ആൻസർ, സൈബർ ടെററിസം എന്നറിയുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നല്ലവണ്ണം വായിച്ചോളൂ. പാർലമെൻറ്റിൻ്റെ വിശേഷ അവകാശത്തിന് ലംഘനമായേക്കാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് സമയപരിധി നിഷ്കർഷിച്ചിട്ടുണ്ട്. 3, വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്നില്ല. D, വിവരം ലഭ്യമാക്കുന്നതിൽ പൊതു താൽപ്പര്യത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ 4 ഓപ്ഷനാണ് വരുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചത്. ശരിയായ പ്രസ്താവനകൾ 1 ശരിയാണ്, 1 ശരിയാണ്. 2 ശരിയാണോ? 2ഉം ശരിയാണ്. 3 ശരിയല്ല. എന്തുകൊണ്ടെന്നറിയോ? വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളും ഉൾപ്പെടുന്നു. ഇവിടെ ഉൾപ്പെടുന്നില്ല എന്നല്ലേ പറയുന്നേ. അപ്പം 4ഉം ശരിയാണ്. ആൻസർ 1ഉം 2ഉം 4ഉം ശരി. ആൻസർ ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. 1, 2, 4 ശരി ഉത്തരം എന്നാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതും ആയത് ആ വ്യക്തി രഹസ്യമായി കരുതുന്നതും ആണെങ്കിൽ ആവർത്തിക്കേണ്ട നടപടികൾ. അപ്പോൾ അവിടെ ഈ അതിൻ്റെ അർത്ഥം, ക്വസ്റ്റിൻ്റെ അർത്ഥം ഇതാണ്, മൂന്നാമതൊരു വ്യക്തി അല്ലേ, വ്യക്തിയുടെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതുമായതാണെങ്കിൽ അതല്ലേ മൂന്നാം കക്ഷി വിവരം. അത്രേ ഉള്ളത്. ഏത് സെക്ഷനിലാണെന്നാണ് ചോദിച്ചത്. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. 11ാമത്തെ വകുപ്പ്, 11ാമത്തെ വകുപ്പ് വിവരാവകാശ നിയമം 11 മൂന്നാം കക്ഷി വിവരം പഠിക്കണം. നിർബന്ധമായും പഠിച്ചിട്ടേ പോകാവൂ മൂന്നാം കക്ഷി വിവരം. അടുത്തത്, കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനായി ഉണ്ടാക്കിയ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം എല്ലാവർക്കും അറിയാം, 2012. പോക്സോയുടെ സെക്ഷൻ എത്രയാ? 9 സെക്ഷൻ, 46 വകുപ്പുകൾ. ഭേദഗതി ചെയ്തത് 2019. 6ാമത്തെ വകുപ്പിലാണ് വധശിക്ഷയെ പറ്റി പറയുന്നത്. പോക്സോയുടെ ഫുൾ ഫോം പഠിക്കുക, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് പഠിക്കുന്നത്. 2012 നവംബർ 14 നിലവിൽ വന്ന നിയമമാണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, ചൂഷണം, പീഡനം തുടങ്ങിയവ തടയുന്നതിനായി കൊണ്ടുവന്ന നിയമമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിവാഹിതയായ സ്ത്രീകൾ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മരണപ്പെടുമ്പോൾ സ്ത്രീധന മരണമായി കണക്കാക്കുന്നത് വിവാഹശേഷം എത്ര വർഷങ്ങൾക്കുള്ളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് മരണം സംഭവിക്കുമ്പോഴാണ്. അതായത് വിവാഹിതയായ സ്ത്രീകൾ എത്ര വർഷത്തിനുള്ളിൽ മരിച്ചാലാണ്, അസ്വാഭാവികമായി മരിച്ചാലാണ് സ്ത്രീധന മരണമായി സംശയിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ? എല്ലാവർക്കും അറിയാം. ആൻസർ എത്ര? 7 വർഷമാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ B ആണ്. 7 വർഷത്തിൽ അല്ലെ, 7 വർഷത്തിൽ കവിയാണ്. വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ആണ് മരണപ്പെട്ടാൽ. ഓക്കെ, അപ്പോൾ സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട BNS വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ IPCയിലാണിപ്പോൾ 304B ആയിരുന്നു. ഇപ്പോൾ അത് എത്രയിൽ പോയി? 80ാമത്തെ വകുപ്പ് എന്ന് പഠിക്കുക, 8.
സ്ത്രീധന മരണം 87 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ലഭിക്കും എന്ന് ഓർമ്മിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റമായി കണക്കാക്കും? അപ്പോൾ ഇവിടെ അശ്ലീല കാര്യങ്ങൾക്കായി എന്താണ് ചെയ്തത്? വശീകരിച്ചാൽ എന്നാണ്. അപ്പോൾ ഇവിടെ സ്പർശനമോ വേറെ ഉപദ്രവമോ ഒന്നുമില്ല, വശീകരിച്ചാൽ എന്നാണ്. അപ്പോൾ അവിടെ അത് പീഡനമായിട്ടാണ് കണക്കാക്കുന്നത്. ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 11 വരും. പോക്സോയിലെ സെക്ഷൻ 11 അതിൻ്റെ ശിക്ഷ, 12 3 വർഷത്തെ തടവും പിഴയും ലഭിക്കും. അപ്പോൾ ഓർമ്മിക്കുക, അശ്ലീല കാര്യത്തിനായി നിർബന്ധിച്ചാൽ 3 വർഷത്തെ തടവും പിഴയുമാണ്. സെക്ഷൻ 12 ഈ നിയമത്തെക്കുറിച്ച് പറയുന്നത് എന്നറിയിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പോലീസിൻ്റെ സംരക്ഷണത്തിലോ കസ്റ്റഡിയിലോ ഉള്ള ആരോടും മോശമായി പെരുമാറുകയോ അസഭ്യം പറയുകയോ ചെയ്യരുതെന്ന് കേരള പോലീസ് നിയമത്തിലെ ഏത് വകുപ്പ് പറയുന്നു? അതായത് കസ്റ്റഡിയിലുള്ള വ്യക്തികളോട് സഭ്യതയോടും മാന്യതയോടും പെരുമാറണം എന്ന് പറയുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതാണ് വകുപ്പ് ഏതാണ്? നമുക്കറിയാം, പോലീസിൻ്റെ പെരുമാറ്റമാണല്ലോ. ഇതൊരിക്കൽ പറഞ്ഞ ക്വസ്റ്റ്യനാണ്, വീണ്ടും പറയുന്നു. ഇനി ഉറപ്പായിട്ടും ചോദിക്കും. ഏതാണ് വകുപ്പ്? 29. അപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള വ്യക്തികളോട് മാന്യമായിട്ടും സഭ്യതയോടും പെരുമാറണം. പോലീസിൻ്റെ പെരുമാറ്റം സെക്ഷൻ 29 എന്നറിയുക. അടുത്ത ക്വസ്റ്റ്യൻ, രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പൊതുവായതോ സ്വകാര്യമായതോ ആയ ഏതെങ്കിലും തെരുവോ വഴിയോ അടയ്ക്കാൻ പോലീസിനെ പ്രാപ്തമാക്കുന്ന കേരള പോലീസ് നിയമത്തിലെ ഏത് വ്യവസ്ഥയാണ്? അപ്പോൾ നമുക്കറിയാം, കേരള പോലീസ് ആക്ടിലെ 69ാമത്തെ വകുപ്പ് എന്താണ്? അഗ്നിബാധയോ ദുരന്തമോ ഉണ്ടായാൽ പോലീസ് രക്ഷയ്ക്കെത്തുന്ന കാര്യം, അല്ലേ? പോലീസ് എത്താം, ഫയർഫോഴ്സ് എത്താം, മജിസ്ട്രേറ്റ് എത്താം, പബ്ലിക് സർവൻറ്റിന് വരെ ചെയ്യാം. 69ാമത്തെ വകുപ്പാണ് പറയുന്നത്. സെക്ഷൻ 69 ആണെന്ന് അറിയുക. സെക്ഷൻ 69. ഈ 69 പ്രകാരം ഏതെങ്കിലും ഒരു വീട് അല്ലെങ്കിൽ മറ്റ് വസ്തു നശിച്ചു പോയാൽ അതിന് ഇൻഷുറൻസ് തുക ഇല്ല എങ്കിൽ പോലും അതിനൊരു വില തിട്ടപ്പെടുത്തി കൊടുക്കാൻ അവകാശപ്പെട്ട വ്യക്തിയാണ് ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജില്ലാ കളക്ടർ എന്നും 69 എടുത്തു പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 37 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പോൾ 37 നമുക്കറിയാം എന്താണ്? പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ എൻ്റർ ചെയ്യാൻ പോലീസിനുള്ള അവകാശം എന്താണെന്നാണ്. അതായത് ആചാരം, മാന്യത, സ്വകാര്യത, ഔചിത്യം എന്നിവ കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ആസന്നമായ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഏത് സ്വകാര്യ സ്ഥലത്തേക്കും പ്രവേശിക്കാം. ശരിയല്ലേ? അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയാണ് പോലീസ് പ്രവേശിക്കുന്നത്? അപകടം ഒഴിവാക്കാനോ, ഉണ്ടായ അപകടം ഒഴിവാക്കാനോ അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കാനോ വേണ്ടി ഏതൊരു സ്വകാര്യ സ്ഥലത്തും പോലീസിന് പ്രവേശിക്കാം. എന്ത് പാലിച്ചുകൊണ്ട്? ആചാരം, മര്യാദ, സ്വകാര്യത, ഔചിത്യം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. 2, ഈ അധികാരം വിനിയോഗിക്കുന്നതിന് മുൻപ് കെട്ടിടത്തിൻ്റെയും പരിസരത്തിൻ്റെയും ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും നേടുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. നമ്മളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ എൻ്റർ ചെയ്യുമ്പോൾ പരമാവധി ആ വ്യക്തിയുടെ ഓണറിൻ്റെ സമ്മതവും സഹകരണവും വാങ്ങാൻ പരമാവധി ശ്രമിക്കണം എന്നുകൂടെ പറയുന്നു. ഇത് 2:37 ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. ഒന്നുമില്ല, നിങ്ങൾ കേരള പോലീസ് ആക്ടിലെ 37 മാത്രം വായിച്ചാൽ മതിയാവും. 37 വായിച്ചാൽ മതിയാവും. അത് തന്നെയാണ് ഈ 2 സെൻറ്റൻസും. ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. NDPS നിയമത്തിലെ സെക്ഷൻ 27 പ്രകാരം കൊക്കൈൻ കഴിച്ചാലുള്ള ശിക്ഷ എന്ത്? NDPS നിയമപ്രകാരം നമുക്കറിയാം, കൊക്കൈൻ, മോർഫിൻ, ഡൈഅസറ്റൈൽ മോർഫിൻ തുടങ്ങിയ കൂടിയ വസ്തുക്കൾ ഉപയോഗിച്ചാൽ, ആരെങ്കിലും കഴിച്ചാൽ അയാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ശിക്ഷ 1 വർഷവും 10,000 ആണോ, 6 മാസവും 10,000 ആണോ, 1 വർഷവും 20 ആണോ, 6 മാസവും 20 ആണോ? ആൻസർ ഓപ്ഷൻ സി ആണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ആൻസർ 1 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. അപ്പോൾ 1 വർഷം വരെ കഠിന തടവ് അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. NDPSലെ സെക്ഷൻ 27 നന്നായിട്ട് മനസ്സിലാക്കുക, ഉപയോഗിച്ചാൽ. എന്നാൽ ഇതല്ലാതെ
അല്ലേ? നമുക്കറിയാം കൊക്കൈൻ, മോർഫിൻ, ഡൈഅസെറ്റിൽ മോർഫിൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാലും ഈ ശിക്ഷ കിട്ടും. എന്നാൽ ഇതല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഈ 1 വർഷം എന്നത് 6 മാസമാകും, 20,000 അല്ലേ 10,000. അപ്പോൾ അതാണ് അവിടുത്തെ ശിക്ഷ എന്നറിയുക. സെക്ഷൻ 27. അടുത്തത് NDPSലെ 37 പ്രകാരം ചെയ്ത കുറ്റകൃത്യങ്ങളുടെ സ്വഭാവമാണ്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു, തിരിച്ചറിയാനാവുന്ന കുറ്റങ്ങൾ, കോഗ്നൈസബിൾ കുറ്റങ്ങളെ പറ്റി പറയുന്ന വകുപ്പാണ് 37. തിരിച്ചറിയാനാവുന്ന കുറ്റങ്ങളെ പറ്റി പറയുന്ന വകുപ്പ് ചോദിച്ചാൽ 37 എഴുതുക. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, 37ാമത്തെ വകുപ്പാണ്. അതായത് അടുത്ത ക്വസ്റ്റ്യൻ, പോക്സോ നിയമത്തിലെ സെക്ഷൻ 3 എന്താണ് കൈകാര്യം ചെയ്യുന്നത്? പോക്സോ നിയമത്തിലെ അത്യാവശ്യം വലിയ കുറ്റകൃത്യമായിട്ടുള്ളൊരു വകുപ്പാണ് 3. എന്താണ് 3? ലൈംഗിക പീഡനമാണോ, അതിക്രമമാണോ, ചൈൽഡ് പോണോഗ്രഫിയാണോ, നുഴഞ്ഞു കയറുന്ന ലൈംഗിക അതിക്രമമാണോ? ആൻസർ ഡി ആണ്. ആൻസർ എന്താണ്? പ്രവേശിത ലൈംഗിക അതിക്രമം, അല്ലെങ്കിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്ന ലൈംഗിക അതിക്രമമാണ്. അവിടെ ഒരു ബലാത്സംഗത്തിന് തുല്യമായ കുറ്റമാണ് 3ൽ പറയുന്നത്. അതിൻ്റെ ശിക്ഷ 4ലും ആണ് പറയുന്നത്. ഓർമ്മിച്ചേക്കുക, അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ, നുഴഞ്ഞു കയറുന്ന ലൈംഗിക അതിക്രമത്തിൻ്റെ നിർവചനം. അടുത്തത്, കുട്ടിയല്ലാത്തവർ ഒരു കുട്ടിക്കെതിരെ തെറ്റായ പരാതി നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ അത് തെറ്റാണെന്നറിഞ്ഞ് അങ്ങനെ പോക്സോ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അത്തരം കുട്ടിയെ ഇരയാക്കുകയാണെങ്കിൽ ഏതുവരെ നീണ്ടു നിൽക്കുന്ന തടവ് ലഭിക്കും? അതായത് ഒരു കുട്ടിക്കെതിരെ വ്യാജ പരാതി കൊടുക്കുന്ന ഒരു വ്യക്തി, മനഃപൂർവ്വം ആ പരാതി തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് വ്യാജ പരാതി കൊടുക്കുന്ന വ്യക്തിക്കുള്ള ശിക്ഷയാണ് ചോദിച്ചത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് 22ാമത്തെ വകുപ്പിൽ. അതിൽ നമ്മൾ വേറൊരു സെക്ഷനാണ് പഠിച്ചത്. പക്ഷേ ഇന്ന് 22ലെ 2ാമത്തെ സബ്സെക്ഷൻ അല്ലെ 3ാമത്തെ സബ്സെക്ഷനാണ്. അതായത് ഒരു കുട്ടിക്കെതിരെ ആരെങ്കിലും വ്യാജ പരാതി കൊടുക്കുകയാണെങ്കിൽ 6 മാസമാണോ, 1 വർഷമാണോ, 3 ആണോ, മുകളിൽ പറഞ്ഞ ഒന്നുമല്ല. ആൻസർ 1 വർഷം അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. അതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. കുട്ടിക്കെതിരെ ആരെങ്കിലും വ്യാജ പരാതി കൊടുത്താൽ 1 വർഷം. പക്ഷെ കുട്ടിയാണ് വ്യാജ പരാതി, കുട്ടിക്ക് ശിക്ഷയില്ല. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. IT ആക്ടിലെ സെക്ഷൻ 66C എന്തിനെക്കുറിച്ച് പറയുന്നു? 66C നമുക്കറിയാം ഏറ്റവും എളുപ്പമാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. മറ്റൊരാളുടെ ഐഡൻറ്റിറ്റി, അതായത് യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങിയവ മോഷ്ടിക്കുന്നു. അപ്പോൾ അവിടെ നോക്കാം, സി ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്. അപ്പോൾ സി ആണ് ആൻസർ. 66C ശിക്ഷ 3 വർഷവും 1 ലക്ഷം രൂപയുമാണ്. 3, 1 ക്ലിയർ ആയിട്ട് പഠിക്കണം. IT ആക്ടിൽ 66 അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 2 ക്ലോസ് F പ്രകാരം നമുക്കറിയാം 2 ക്ലോസ് F എന്ന് പറഞ്ഞാൽ വിവരം എന്നാൽ എന്തെന്നാണ്? ഇൻഫർമേഷൻ. 2 ക്ലോസ് F പ്രകാരം വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അതായത് ഭൗതിക രേഖകളും ഡോക്യുമെൻറ്റുകളും മാത്രം, ഇലക്ട്രോണിക് രേഖകളും ഡേറ്റയും മാത്രം, ഫിസിക്കൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ, ഡോക്യുമെൻറ്റുകൾ എന്നിവയും അതിലേറെയും. ഡി മുകളിൽ പറഞ്ഞ ഒന്നുമല്ല. അപ്പോൾ 2 ക്ലോസ് Fൽ എല്ലാം വരും. വിവരമെന്നാൽ ഫിസിക്കലിയും അല്ലേ, സോഫ്റ്റ് കോപ്പി ആയിട്ടും ഹാർഡ് കോപ്പി ആയിട്ടും ഇലക്ട്രോണിക്സ് രൂപത്തിലുള്ളതും എല്ലാം അതിനകത്ത് ഉൾപ്പെട്ട് വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഫിസിക്കൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ, ഡോക്യുമെൻറ്റുകൾ എന്നിവയും അതിലേറെയും ഉൾപ്പെടും 2 ക്ലോസ് Fനകത്ത് എന്നറിയുക. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11ൻ്റെ ഉദ്ദേശം എന്താണ്? 11 എല്ലാവർക്കും അറിയാം, വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവുകൾ നൽകുന്ന കാര്യമാണോ, അല്ലെങ്കിൽ മാർഗനിർദ്ദേശമാണോ കമ്മീഷണർമാർക്കുള്ളത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണോ, 3ാം കക്ഷിയെക്കുറിച്ചാണോ? ആരെക്കുറിച്ചാണ് 11? 3ാം കക്ഷി വിവരം തന്നെയാണ്. ഓക്കെ, സെക്ഷൻ 11. അടുത്തത്, താഴെ പറയുന്നവയിൽ എന്താണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയിൽ നൽകാവുന്ന വിവരം? അപ്പോൾ നമ്മൾ 8ലും 9ലും പഠിച്ചു. വിവരാവകാശത്തിൽ നിന്ന് വെളിപ്പെടുത്താൻ സാധിക്കാത്ത കാര്യങ്ങളാണ് 8ലും 9ലും പറഞ്ഞത്. അപ്പോൾ അതിലേതൊക്കെ നൽകാവുന്നു, വിവരം നൽകാവുന്ന വിവരങ്ങൾ ഏതൊക്കെയാണ്? വ്യാപാര രഹസ്യങ്ങൾ നൽകാൻ പറ്റില്ല, കാരണം അത് മറ്റൊരാളുടെ കച്ചവട തന്ത്രമാണ്, അത് പുറത്തു കൊടുക്കില്ല. വ്യക്തികൾ തമ്മിലുള്ള വിശ്വസ്ത ബന്ധം മൂലം ലഭ്യമായ വിവരങ്ങൾ കൊടുക്കില്ല. വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരം കൊടുക്കില്ല. മന്ത്രിസഭാ തീരുമാനങ്ങൾ കൊടുക്കാം. മന്ത്രിസഭയിൽ എന്താണ് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തത് അത് ജനങ്ങളെ അറിയിക്കാം. അപ്പോൾ ഈ വിവരം ഒഴിവാക്കില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പരമാവധി ശിക്ഷ നമ്മൾ പറഞ്ഞതാണ്. ഏതാണ്? 1 വർഷം വരെ കഠിന തടവാണ് ശിക്ഷ.
കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവര സാങ്കേതിക നിയമം. നമുക്കറിയാം ചൈൽഡ് പോണോഗ്രഫി, അതിൻ്റെ ശിക്ഷയാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. സെക്ഷൻ ഏതായിരുന്നു? 67B ആണ് ചൈൽഡ് പോണോഗ്രഫി. അടുത്തത് കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നവയിലേതാണ്? പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യതയെപ്പറ്റി മാനിക്കുന്ന രീതിയിലുള്ള സെക്ഷൻ ഏതാണെന്ന്. എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിൻ്റെ സേവനം ഉറപ്പുവരുത്തുക, അല്ലേ? അടുത്തത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചുകൊണ്ട് പരാതിക്കാർക്ക് അഭിഭാഷകൻ്റെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ പ്രദേശത്തും കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി രൂപീകരിച്ചുകൊണ്ട്. ഇതിലേതാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഏതാണ് സ്ത്രീകൾക്ക് സ്വകാര്യത ഉറപ്പുവരുത്തുന്ന സെക്ഷൻ? ജനമൈത്രി പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നത് സ്ത്രീകൾക്ക് അവിടെ പ്രത്യേക ഉറപ്പൊന്നുമില്ല. അതുപോലെ പരാതിക്കാർക്ക് അഭിഭാഷകന്റെ സേവനം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചില്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാ പ്രദേശത്തും കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയും എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഓപ്ഷൻ എ ആണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിൻ്റെ സേവനം ഉറപ്പുവരുത്തുകയാണ്. ഓപ്ഷൻ ബി ശരി ഉത്തരം. ഒന്നാമത്തെ നടപടി മാത്രം എന്ന് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. NDPS നിയമം സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് പ്രകാരം കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകരമാകുന്നത്. കുറ്റവാളികൾ ധനസഹായം നമ്മൾ 31A പഠിച്ചിട്ടുണ്ട്. 19, 24, 27A ഈ 3 വകുപ്പുകളും ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് പരമാവധി വധശിക്ഷ വരെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സെക്ഷൻ എ നമുക്ക് നോക്കാം. 27A കുറ്റവാളികൾക്ക് അഭയം നൽകുന്നത്. 24 പറയുന്നു കച്ചവട ബന്ധത്തിൽ ഏർപ്പെടുന്നു വിദേശിയുമായി. 19 പറയുന്നു കറുപ്പ് കൃഷി, കർഷകൻ അനധികൃതമായി കറുപ്പ് കൃഷി ചെയ്താൽ. ഈ 3 കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ 27A ഈ ധനസഹായത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ അല്ലെങ്കിൽ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാം. പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റകൃത്യം തടയുന്നതിനായി യാതൊരു വ്യക്തിയുടെയും സേവനം ആവശ്യപ്പെടാവുന്നതാണ്. ഏതൊരു വ്യക്തിയുടെയും സേവനം ആവശ്യപ്പെടാം. ആവശ്യപ്പെട്ട സേവനം നൽകാത്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസിനുണ്ട്. 4 കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പോലീസിനുള്ള അധികാരം? ഓപ്ഷൻ എ ശരിയാണ്. എന്താണ്? ഏത് നിയമപരമായ കർത്തവ്യ നിർവഹണത്തിൻ്റെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഏത് സ്വകാര്യ സ്ഥലത്തും പ്രവേശിക്കാം. ശരിയാണ്. പക്ഷേ ഇവിടെ കണ്ടോ, ഏതൊരു വ്യക്തിയുടെയും സേവനം ആവശ്യപ്പെടാൻ പാടില്ല. കാരണം അവിടെ പ്രായപൂർത്തിയായതും ആരോഗ്യവാൻ കായശക്തിയുള്ള വ്യക്തിയുടെ മാത്രമേ സഹായം ആവശ്യപ്പെടാൻ പാടുള്ളൂ. ഏതൊരു വ്യക്തിയുടെ സഹായവും ആവശ്യപ്പെടാൻ പാടില്ല. അതുപോലെ സഹായം നൽകാത്ത വ്യക്തി 38ാമത്തെ സെക്ഷനാണ് പറയുന്നത് കേരള പോലീസ് ആക്ടിലെ. സഹായം ആവശ്യപ്പെട്ട് നിരസിച്ച വ്യക്തി അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. 4ാമത്തത് കറക്റ്റാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ പിടിച്ചെടുക്കാം. 1ഉം 4ഉം ശരി എന്നൊരു ഓപ്ഷനാണ്. 1ഉം 4ഉം ശരി എന്നൊരു ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1, 4 ശരിയെന്ന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2011 കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 എന്താണ് പ്രതിപാദിക്കുന്നത്? നമുക്കറിയാം പോലീസുകാരുടെ പെരുമാറ്റമാണ് നമുക്കറിയാം. അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കർത്തവ്യങ്ങളാണോ? കർത്തവ്യങ്ങൾ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സെക്ഷൻ പറയണേ. ഏതാണ് പോലീസിൻ്റെ കർത്തവ്യം അല്ലെങ്കിൽ കടമ? അത് സെക്ഷൻ 3 കർത്തവ്യം അല്ലെങ്കിൽ കടമ സെക്ഷൻ 3 അറിയുക. പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതിനെ പറ്റി പറയുന്നത് ഏതാണ്? സെക്ഷൻ 31 പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമാണ് 29. പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണ ബാധ്യത ഒന്നുമില്ല. അപ്പോൾ ആൻസർ സി ആണ് ശരി ഉത്തരം. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. ഇത് നിങ്ങൾ കുറിച്ചിട്ടോളൂ, നിങ്ങളുടെ ഒരു മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തതേത്? പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിയമാനുസൃത സേവനം ലഭിക്കുന്നതിന് അത് അവകാശമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരായ വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക, അല്ലേ? അത് മുൻഗണന ഉണ്ടോ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്ന് പറഞ്ഞിട്ട്? ഇല്ല. അവിടെ എല്ലാവർക്കും തുല്യരാണ്, അല്ലേ? അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അവകാശങ്ങളിൽ പെടാത്തതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബാക്കിയൊക്കെ കറക്റ്റാണ്. പരാതി നൽകുന്നതിനുള്ള കൈപ്പറ്റ് രസീത് ലഭിക്കാനുള്ള അവകാശമുണ്ട്. ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കാണുവാനും പരാതി ബോധിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം നമ്മുടെ അവകാശമാണ്. സർക്കാർ ഉദ്യോഗസ്ഥന് പ്രത്യേക അവകാശം എന്നുള്ളത് തെറ്റായ പ്രസ്താവന. 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുള്ള വിഭാഗം ഏതാണ്? അപ്പോൾ നമുക്കറിയാം കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി പോലീസിനെ സഹായിക്കുന്ന വിഭാഗമാണ്. അതിൽ നിന്ന് വിലക്കിയിട്ടുള്ളത് ആരെയാണെന്നാണ് ചോദിച്ചത്. വിലക്കിയിട്ടുള്ളത് ആരെയാണ്? സ്ത്രീകൾ നിർബന്ധമായും വേണം. രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് കയറാം. പക്ഷേ അഴിമതി, സാൻമാർഗിക അധപ്പതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്തവരെ ഒരിക്കലും അതിൽ കയറ്റരുത്.
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ സി ആണ് ആൻസർ. എന്താണ്? മോശം പെരുമാറ്റവും മോശം സ്വഭാവമുള്ളവരെ ഈ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. സെക്ഷൻ 64. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നു? അതായത് ആവർത്തിക്കുന്നതിന് വധശിക്ഷ നൽകുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 31A അല്ലേ? വധശിക്ഷ മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള ആവർത്തിച്ച് ചെയ്താൽ വധശിക്ഷ ലഭിക്കും. 3 സെക്ഷനാണ് 19, 24, 27. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും എന്തൊക്കെയായിരിക്കും? അപ്പോൾ NDPS പ്രകാരം ശിക്ഷാർഹമായ എല്ലാ കുറ്റങ്ങളും കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാവുന്നതുമാണോ, നോൺ കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തതുമാണോ, കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തതുമാണോ എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമ്മൾ 37 പറയുന്നത്. അപ്പോൾ അവിടെ ഓർമ്മിക്കുക, NDPS സെക്ഷൻ 37 പ്രകാരം കൊഗ്നൈസബിളാണ്, ജാമ്യം ലഭിക്കാത്തതുമാണ്, നോൺ ബെയിലബിളും ആണെന്ന് അറിയുക. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്തത് 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം, അതാണല്ലോ പോക്സോ നിയമം. അതിലൊരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കുന്നത്? അപ്പോൾ കുട്ടിയുടെ മേൽ ലൈംഗിക അതിക്രമം നടത്തിയാൽ ഏത് ശിക്ഷ? അതിക്രമത്തിൻ്റെ ശിക്ഷ, ലൈംഗിക അതിക്രമം 7ാമത്തെ സെക്ഷൻ, അതിൻ്റെ ശിക്ഷ 8ലാണ്. 3 മുതൽ 5 വർഷം വരെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്? പിഴയോടുകൂടി 5 വർഷം തടവ്. ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല, പിഴയോടുകൂടി 5 വർഷം വരെ അല്ലേ? അപ്പം 3ൽ കുറയാത്തതും 5 വർഷം വരെയാകാവുന്നതുമായ തടവും പിഴയുമാണ്. കൂടിയ ശിക്ഷ 5ഉം കുറഞ്ഞ ശിക്ഷ 3ഉമാണെന്ന് അറിയുക. അടുത്തത് 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതര ലൈംഗിക ആക്രമണം അല്ലാത്തത്. ഈ ഗൗരവതരം എന്ന് പറയുന്നത് നമുക്ക് സിലബസിൽ ഇല്ല എങ്കിൽ ഇത് ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഗൗരവതരം അതായത് നമ്മൾ 3ഉം 4ഉം പഠിച്ചു. 3 എന്താ? പ്രവേശിത ലൈംഗിക അതിക്രമം, 4 അതിനുള്ള ശിക്ഷ. പക്ഷേ 5 മാറും. ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമവും 6 ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തിൻ്റെ ശിക്ഷയുമാണ്. നമുക്കതിൽ എന്തൊക്കെ വരാം? 1ലധികം തവണ കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം ഗൗരവതരം തന്നെയാണ്. 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലുള്ളത് നോക്കണം. ഒരു കുട്ടിക്ക് നേരെ സംഘം ചേർന്ന് കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം ഗൗരവതരമാണ്. സംഘം ചേർന്ന് മുകളിൽ കൊടുത്തിരിക്കുന്നവ ഒന്നുമല്ല എന്നാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലുള്ള ലൈംഗിക അതിക്രമം ഗൗരവതരമല്ല. കാരണം അവിടെ ഗൗരവതരം വെച്ചാൽ 16 വയസ്സെന്നല്ല അവിടെ പറയുന്നത്. 18 വയസ്സിൽ താഴെയുള്ള എല്ലാം ഗൗരവതരം തന്നെയാണ്. ഈ ഗൗരവതരം എന്ന വാക്കിനർത്ഥം ഈ പറയുന്ന എന്താണ്, പോലീസോ അല്ലെങ്കിൽ പബ്ലിക് സർവൻറ്റ്, കുട്ടിയുടെ രക്ഷകർത്താവ്, ആ കുട്ടിയെ ആവർത്തിച്ച് കുട്ടിയെ ജീവച്ഛവമാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഗൗരവതരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു സെക്ഷനാണ്. ഇത് നമുക്കറിയാം, എന്താണ് BNS നമുക്ക് പറയുന്ന ഒരു സെക്ഷനാണ് 16 വയസ്സിൽ താഴെയുള്ളത്. ഓക്കെ. അടുത്തത് 2000 IT ആക്ട് പ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറഞ്ഞവരിൽ ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡാറ്റ സംരക്ഷണം അതിൽ സർക്കാർ ഏജൻസികൾ മാത്രം, ഡാറ്റ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ മാത്രം, സെൻസിറ്റീവ് സ്വഭാവത്തിലുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും, ലാഭേച്ഛയില്ലാത്ത സ്ഥാപനങ്ങൾ മാത്രം. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. സെൻസിറ്റീവ് സ്വഭാവത്തിലുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും എന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ഓർമ്മിക്കുക, ഏതാണ്? വിവര സാങ്കേതിക നിയമപ്രകാരം ഡേറ്റ പരിരക്ഷിക്കുന്നതിൽ അല്ലെ വീഴ്ച വരുത്തുന്ന ഏതൊരു വ്യക്തിയും. അടുത്ത ക്വസ്റ്റ്യൻ, 2000 IT ആക്ട് പ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏതാണ്? അതായത് ഒരു പ്രത്യേക സമൂഹത്തിന് നിന്ദാകരമായി കണക്കാക്കപ്പെടുന്ന വിഷയം. ഓക്കെ, വിഷയം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ. വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം, സർക്കാരിനെതിരെയോ അതിൻ്റെ നയങ്ങളെയോ വിമർശിക്കുന്നതായിരിക്കാം, ലൈംഗിക പ്രകടമാക്കുന്ന പ്രവൃത്തിയോ പെരുമാറ്റമോ ഉൾക്കൊള്ളുന്ന വിഷയം. ഇതിലേതാണ് IT ആക്റ്റിൽ അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്ന കൈമാറ്റം ചെയ്യുന്നതായ കുറ്റമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി, അതായത് വിഷയം, നന്നായിട്ട് വായിച്ചോളൂ, വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും, കണ്ടോ,
കാമാത്മകമായ താല്പര്യത്തെ ഉണർത്തുന്ന വിഷയമാണ്. അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇതാണ് ഓപ്ഷൻ ബി എന്നറിയുക. അടുത്ത ക്വസ്റ്റ്യൻ, 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത് ഏതൊക്കെ വിവരങ്ങൾ? അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ, അതുപോലെ കോടതി പ്രസിദ്ധീകരണം നിരോധിച്ചതായ വിവരങ്ങൾ, ഒരു വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം, മന്ത്രിസഭാ ചർച്ചകളുടെ രേഖകൾ. അപ്പോൾ ഇതിൽ ഏതാണ് നിരോധിച്ചിട്ടില്ല അല്ലെ ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത്? അതിൻ്റെ അർത്ഥം നമുക്ക് വിവരം കിട്ടണം. അപ്പോൾ വിവരം കിട്ടുമെന്നുള്ളത് ആരാണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ അവകാശമുണ്ട്. ഓക്കെ, അവിടെ ഓർമ്മിക്കുക, ഓപ്ഷൻ എ ആണ് ശരി. വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയാൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ എത്ര ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്? അപ്പോൾ മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മൂന്നാം കക്ഷിയോട് വിവരമാരായാൻ എത്ര ദിവസത്തിനകം നോട്ടീസ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ 5 ദിവസത്തിനകത്ത് നോട്ടീസ് കൊടുക്കണം. ഓപ്ഷൻ ഡി ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഏതാണ്? അപ്പോൾ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ഏതൊക്കെയാണ് നോക്കാം. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനങ്ങൾ, ക്യാബിനറ്റ് ഡോക്യുമെൻറ്റുകൾ, കോപ്പിറൈറ്റ് മുതലായ ബൗദ്ധിക സ്വത്തവകാശങ്ങൾ മുഖേന സംരക്ഷിക്കപ്പെട്ടുള്ള വിവരങ്ങൾ. അതായത് ഓപ്ഷൻ എ, ബി, സി ഏതാണ്? 3 വരാം. ഇത് 3 വരാം. അപ്പോൾ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ഈ 3 ഓപ്ഷനും വരും. കാരണം നിങ്ങൾ 8ാമത്തെയും 9ാമത്തെയും സെക്ഷൻ നന്നായിട്ട് പഠിച്ചോളുക. അതിനകത്തുണ്ട് ഏതൊക്കെയാണ് രഹസ്യ ഏജൻസികൾ അല്ലെങ്കിൽ ആ വിവരം നൽകാൻ പാടില്ലാത്ത ഏജൻസികൾ, അവരുടെ കാര്യം അതിനകത്തുണ്ടാകും. അടുത്തത് വാക്യം 1. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പൊതുജനങ്ങളിൽ ആർക്കും അവകാശമുണ്ട്. അപ്പോൾ ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ആർക്കും, ഏത് പൊതുജനത്തിനും അവകാശമുണ്ട്. ഒരു സ്വകാര്യ സ്ഥലത്ത് നടക്കുന്ന പോലീസ് നടപടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ട്. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്കും അവകാശമുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർക്കും അവകാശമുണ്ട്. ശരിയല്ലേ? ഇത് KP ആക്ടിലെ 33ാമത്തെ വകുപ്പാണ്. KP ആക്ടിലെ 33ാമത്തെ വകുപ്പാണ്. ഓപ്ഷൻ എ ആണ്. വാചകങ്ങൾ 1 അല്ലെ വാക്യങ്ങൾ 1, 2 ശരിയാണ് എന്നറിയുക. 1, 2 ശരി. അടുത്തതിലേക്ക് പോകാം. പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് ഉൾപ്പെടുത്തിയിട്ടില്ല? അപ്പോൾ നമുക്കറിയാം അവകാശങ്ങൾ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ 8ാമത്തെ വകുപ്പിൽ പറയുന്നു. അതിൽ പരാതിയെ സംബന്ധിച്ച കൈപ്പറ്റ രസീത് ലഭിക്കുക അത് അവകാശമാണ്. പരാതിയുടെ ചുരുക്കം സ്റ്റേഷനിൽ സ്ഥിരം രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക അവകാശമാണ്. സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക അത് തെറ്റാണ്. സ്ത്രീകളുടെ പരാതി ഏത് പോലീസ് സ്റ്റേഷനിലും കൊടുക്കാം. സ്ത്രീകൾക്ക് മൊഴിയെടുക്കുമ്പോൾ വനിതാ പോലീസിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. സ്വകാര്യതയോടെ പറയാനുള്ള അവകാശമുണ്ടാകണം എന്ന് മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ ഇതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് നേരെയുള്ള പ്രവേശിത ലൈംഗിക അതിക്രമം കുറ്റത്തിന് പോക്സോ ആക്ട് പറയുന്നു? ഒന്നുമില്ല. 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന് പറയുന്നത് ഏതാണ്? 18 വയസ്സിൽ താഴെയുള്ളതാണ് കുട്ടി. എല്ലാവർക്കും അറിയാം. ഓപ്ഷൻസ് അല്ലേ? ഒരു ക്വസ്റ്റ്യൻ വ്യത്യാസമുണ്ട്. 2012 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ. സാധാരണ നമുക്കറിയാം പോക്സോയിൽ 18 വയസ്സാണ്. പക്ഷേ 20 വർഷത്തിൽ കുറയാത്ത ശിക്ഷ കിട്ടുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ അത് 16 വയസ്സിൽ താഴെയുള്ളതാണ് കേട്ടോ. 20 വർഷത്തിൽ കുറയാത്ത കഠിനതടവ് ലഭിക്കുന്ന ശിക്ഷയാണെങ്കിൽ 16 വയസ്സിൽ താഴെയാത്ത 4/2 4 3ൻ്റെ ശിക്ഷ 4-ആണല്ലോ. 4/2 പറയുന്നത് 16 വയസ്സിന് താഴെയുള്ളതും പിന്നെ 4/3 പറയുന്നത് പിഴ ആർക്ക് കൊടുക്കും? കുട്ടിയുടെ അല്ലെങ്കിൽ ഇരയുടെ ചികിത്സയ്ക്കായിട്ടും പുനരധിവാസനമായിട്ടും നൽകുമെന്നുകൂടെ അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, പോക്സോ ആക്ടിലെ സെക്ഷൻ 3 പ്രകാരം കൊടുത്ത പരാതി കെട്ടിച്ചമച്ചതോ തെറ്റായ വിവരമോ ആണെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റമാവുകയുള്ളൂ. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റമാവുകയുള്ളൂ. ഏത് പ്രായത്തിലുള്ളവർക്കും എതിരെ കുറ്റമാകും, ആർക്കുമെതിരെ കുറ്റമാകില്ല. അതായത് വ്യാജ പരാതിയാണ്.
ഈ മൂന്നാമത്തെ വകുപ്പ് പ്രകാരം എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രവേശിത ലൈംഗികാതിക്രമം നടത്തി എന്ന് പറഞ്ഞ് മറ്റൊരാൾ വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് മാത്രമേ ശിക്ഷ കിട്ടൂ എന്ന് ചോദിച്ചാൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ശിക്ഷ കിട്ടൂ. കണ്ടോ, ഓപ്ഷൻ എ ആണ്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ശിക്ഷ കിട്ടൂ. കുറ്റങ്ങൾ 22-ലെ 2 വായിച്ചു നോക്കുക. 22ാമത്തെ സെക്ഷൻ പോക്സോയിലെ 22ാമത്തെ വകുപ്പിലെ 2ാമത്തെ സബ്സെക്ഷൻ വായിച്ചു നോക്കുക. മിസ്റ്റർ എ ഒരു ഓഫീസിൽ ജോലി ചെയ്യവേ സഹപ്രവർത്തകരായ ചില വ്യക്തികൾക്ക് ഇമെയിലുകൾ മുഖേന അശ്ലീല ചിത്രങ്ങൾ അയച്ചു. മിസ്റ്റർ എയുടെ പ്രവൃത്തി IT ആക്ട് 2000 പ്രകാരം ഏത് വകുപ്പിൻ്റെ കീഴിൽ വരുന്നു? ഏതാണ്? ഇമെയിലുകൾ മുഖേന, അതായത് നമ്മളൊരു സോഷ്യൽ മീഡിയ ഇമെയിൽ മുഖേന അശ്ലീല ചിത്രങ്ങൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ 67A ആണ്. ഇൻ്റർനെറ്റ് മുഖേന നമ്മൾ പഠിച്ചിട്ടില്ലേ, 67A ആണ് ആൻസർ. അതവിടെ പഠിച്ചു. ഓപ്ഷൻ ബി ആണ് 67. ഇനി 67B വരുമ്പോൾ ചൈൽഡ് പോർണോഗ്രഫി വരും. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. മനഃപൂർവ്വം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വൈറസ് പ്രവേശിപ്പിച്ച കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ട് സെക്ഷൻ ഏത്? മനഃപൂർവ്വം. അത് 43 IT ആക്ട് A 43 അല്ലേ? ഓപ്ഷൻ എ 43 ആണെന്ന് അറിയുക. സെക്ഷൻ എ. അടുത്തത് ആളപഹരണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. നമുക്കറിയാം BNSലെ 137ഉം 138 നമുക്ക് പഠിക്കാം. 137 138 പഠിക്കും. അതിൽ തട്ടിക്കൊണ്ടുപോകലിനെ പറ്റി നിർവചിക്കുന്ന വകുപ്പാണ് 138. തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറഞ്ഞാൽ കിഡ്നാപ്പിംഗ് ആണ്. അത് 137ആണ്. 138 എന്ന് പറഞ്ഞാൽ ആൾ അപഹരണമാണ് അല്ലെങ്കിൽ അബ്ഡക്ഷനാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്തത് ഭീഷണി ഉപയോഗിച്ച്. അപ്പോൾ ആൾ അപഹരണത്തിൽ എന്തുണ്ട്? ഭീഷണിയുണ്ട്. ആൾ മോഷണത്തിൽ ഭീഷണിയല്ല, കബളിപ്പിക്കൽ അല്ലേ, അല്ലെങ്കിൽ ചതിക്കലാണ്. അതുപോലെ അധികാര ദുർവിനിയോഗം ഉണ്ടാകാം, പതിവ് മാർഗത്തിലൂടെ ഇല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് കേട്ടോ. തെറ്റായ പ്രസ്താവനകൾ. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതൊക്കെ വരും? തട്ടിക്കൊണ്ടുപോകലിനെ നിർവചിക്കുന്ന വകുപ്പ് ശരിയായതാണെങ്കിൽ 2, 3 വരും. തെറ്റായി നോക്കി തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറഞ്ഞാൽ 138 വരുന്നത്, 137 വരുന്നത്. അപ്പോൾ അത് തെറ്റ്. ഒന്ന് തെറ്റ്. പിന്നെ വരുന്നത് 4ഉം വരുന്നില്ല. ഇത് 2ഉമാണ് ശരി. ഇതിനകത്ത് ശരി വരുന്നത് ഇത് 2ഉമാണ്. അപ്പോൾ 1ഉം 4ഉമാണ്. ഓപ്ഷൻ സി ആണ് എടുക്കുക. ഓക്കെ, ഓപ്ഷൻ സി. ഒരാളുടെ കേൾവിശക്തി ആക്രമണത്തിലൂടെ സ്ഥിരമായി ഇല്ലാതാകുന്നത് ഇതിൻ്റെ നിർവചനത്തിൽ വരുന്നു. ഏതിൽ വരുന്നു? കേൾവിശക്തി. നമുക്കറിയാം കഠിനമായ ദേഹോപദ്രവം. BNSലെ ഗ്രീവിയസ് ഹർട്ട് അല്ലേ? നമുക്കറിയാം 114 ഹർട്ടാണ്, 116 ഗ്രീവിയസ് ഹർട്ടാണ്. 114 ഹർട്ട് എന്താണ്? ഒരാൾക്ക് രോഗമോ വേദനയോ ദൗർബല്യമോ ഉണ്ടാക്കുന്ന പ്രവൃത്തി ഹർട്ട് അല്ലെങ്കിൽ ദേഹോപദ്രവം. എന്താണ് ഗ്രീവിയസ് ഹർട്ട് എന്ന് ചോദിച്ചാൽ കഠിനമായ ദേഹോപദ്രവമാണ്. അത് നമുക്കറിയാം. കഠിനമായ ദേഹോപദ്രവമാകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഒരാളുടെ ചെവി കാഴ്ചശക്തി എന്നേക്ക് നശിപ്പിക്കുക, കേൾവി ശക്തി നശിപ്പിക്കുക, എല്ലിൻ്റെയോ പല്ലിൻ്റെയോ സ്ഥാനമാറ്റം, എല്ല് പൊട്ടൽ തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കുന്നതാണ് അവിടെ ഓർക്കണം. അപ്പോൾ ഓപ്ഷൻ 3ഉം 4ഉമാണ് ശരി ഉത്തരം. കഠിനമായ ദേഹോപദ്രവം അല്ലെങ്കിൽ വിഷവസ്തുക്കൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുന്നു. 3ഉം 4ഉം ശരിയായിട്ട് വരാം. 3ഉം 4ഉം ശരിയായിട്ട് വരാം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ക്ലിയർ ആണ്? അപ്പോൾ അവിടെ വായിക്കണം. 116 നന്നായിട്ട് വായിക്കണം. 116ൻ്റെ ശിക്ഷകളും ഒക്കെ വായിക്കണം. എക്സ് തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് ഒയ്ക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കെ എക്സിനെ തൻ്റെ വീട്ടിൽ ഒളിച്ചിരിക്കാൻ ഒയ് അനുവദിച്ചു. അങ്ങനെയെങ്കിൽ ഒയ്ക്ക് ലഭിക്കാവുന്ന ശിക്ഷയുണ്ട്. അപ്പോൾ എക്സ് തീവ്രവാദ പ്രവർത്തനം നടത്തി എന്നിട്ട് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? വീട്ടിൽ ഒളിച്ചിരിക്കാൻ സഹായിച്ചു. അപ്പോൾ അവിടെ ശിക്ഷ നമുക്കറിയാം 113 113ാമത്തെ വകുപ്പിൽ തീവ്രവാദ പ്രവർത്തനം നമ്മൾ പഠിച്ചു. അതിനകത്തൊരു സബ്സെക്ഷൻ്റെ ക്വസ്റ്റ്യനാണ്. തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആളെന്ന് അറിഞ്ഞുകൊണ്ട് അയാൾക്ക് അഭയം നൽകിയാൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഏത് വരാം? 3. ഓപ്ഷൻ ഡി ആണ്. 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകാവുന്നതുമായ തടവും പിഴയും. അത് 113ാമത്തെ സെക്ഷനിലെ 6ാമത്തെ സബ്സെക്ഷൻ നിങ്ങൾ വായിച്ചു നോക്കണം. 113 6ാമത്തെ സബ്സെക്ഷൻ നിങ്ങൾ വായിച്ചു നോക്കുക. എത്രയാണ്? 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകാവുന്നതുമായ തടവും പിഴയും കിട്ടുമെന്ന് ഓർമ്മിക്കുക. അടുത്തതിലേക്ക് പോകുന്നു. എക്സിൽ നിന്ന് പണം തട്ടുന്നതിന് വേണ്ടി ഒയ് എക്സിൻ്റെ മകനെ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട BNSലെ സെക്ഷൻ ഏത്? അപ്പോൾ എക്സിൽ നിന്ന് പണം തട്ടുന്നതിന് വേണ്ടി ഒയ് എക്സിൻ്റെ മകനെ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. ഉണ്ടോ? അപ്പം വേറെ നമുക്ക് കഠിനമായ ദേഹോപദ്രവം 116ലാണ് പഠിച്ചത്. 118 ആയുധം വെച്ച്.
ഇനി 119 എന്താണ്, 120 എന്താണെന്ന് പഠിക്കണം. 119 എന്ന് പറഞ്ഞാൽ കണ്ടോ, ഒരു വ്യക്തിയെ എന്താണ് പണം തട്ടിയെടുക്കാൻ വേണ്ടി ഉപദ്രവിക്കുന്നു, കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുവെങ്കിൽ അത് ഓപ്ഷൻ ബി ആണ് ആൻസർ. 119 ആണ്. 119 ആണ് പഠിക്കുക. 119. അടുത്ത ദിവസത്തിലേക്ക് പോവാം. മോഷണം കവർച്ചയാകുന്ന സാഹചര്യങ്ങളേവ? മോഷണം കവർച്ചയാകുന്ന സാഹചര്യങ്ങൾ സൂര്യോദയത്തിന് ശേഷമോ സൂര്യോദയത്തിന് മുമ്പോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി, മോഷണം നടത്താൻ വേണ്ടി ഒരു വ്യക്തിയെ അന്യായമായി തടങ്കലിൽ വെച്ചാൽ കവർച്ച തന്നെ. സ്വേച്ഛയാൽ ഏതെങ്കിലും ആൾക്ക് ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ കവർച്ച തന്നെ. അപ്പോൾ ഇവിടെ കവർച്ച എന്ന് പറയുമ്പോൾ ശരി ഉത്തരം ഏതൊക്കെ വരാം? 2ഉം 3ഉം വരാം. അല്ല, രാത്രിയുള്ള മോഷണം കവർച്ചയല്ല. രാത്രിയുള്ള മോഷണം കവർച്ചയല്ല. മോഷണത്തിനിടയിൽ നമുക്കറിയാം 303 മോഷണം, 303 മോഷണം, കവർച്ച 309. മോഷണത്തിനോ അപകടത്തിനോ ഇടയിൽ മറ്റൊരാൾക്ക് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ അയാളെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്താൽ അയാളെ കൊല്ലുക, ദേഹോപദ്രവം, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. 2ഉം 3ഉം ശരിയെന്നാണ് ആൻസർ. അടുത്തത്, BNSലെ നരഹത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നരഹത്യ മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉള്ളത് നരഹത്യയാണ്, കറക്റ്റാണ്. മരണം സംഭവിക്കാൻ ഇടയാകുന്നതായ ഒരു ദേഹോപദ്രവം ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്നത് നരഹത്യയാണ്. ഇയാൾ ആവർത്തിക്കുന്നതുകൊണ്ട്, അത് ആവർത്തിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് മരണം സംഭവിക്കാൻ താൻ ഇടയാകും എന്നുള്ള അറിവോടുകൂടി, അതും നരഹത്യ തന്നെയാണ്. അറിവ്, പ്രവൃത്തി എല്ലാം നരഹത്യ. ഉടനടി മരണം സംഭവിക്കുന്നത് അത് നരഹത്യയല്ല. ഉടനടി മരണം സംഭവിക്കുന്നുള്ള നരഹത്യയല്ല. ചിലപ്പോൾ അയാൾ 2 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടായിരിക്കും മരിക്കുന്നത്, അപ്പോൾ അത് നരഹത്യ. അപ്പോൾ ആൻസർ 1ഉം 2ഉം 3ഉം ശരി എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ നരഹത്യയുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 1, 2, 3 ശരി. ഒരു കൊലപാതകം ആൾക്കൂട്ട കൊലപാതകം ആകണമെങ്കിൽ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? അതായത് ആൾക്കൂട്ടം, നമുക്കറിയാം സാധാരണ കവർച്ച നടത്തുമ്പോഴും അതുപോലെ സംഘടിത കുറ്റകൃത്യം നടത്തുമ്പോഴും അതുപോലെ പൊതുശാന്തതയ്ക്ക് ട്രാങ്കുലിറ്റി നടക്കുന്ന സമയത്ത് ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്താലും ആൾക്കൂട്ട കൊലപാതകം ആകണമെങ്കിൽ കണ്ടീഷൻ എങ്ങനെയാണ്? 5 അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന കൊലപാതകം. 5 അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന കൊലപാതകമാണ് ആൾക്കൂട്ട കൊലപാതകം. മരണശിക്ഷയോ ജീവപര്യന്ത തടവോ പിഴയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. 2 അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്നു. കൂട്ടുപ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കും. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ. നമുക്കിത് ഏതൊക്കെയാണ് ശരി തെറ്റെന്ന് കണ്ടെത്താം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം ഏതാണ്? 5 അതിലധികം ആൾക്കാർ ചേർന്ന്, കറക്റ്റാണ്, ശരി ഉത്തരം. 2 ഇവർക്കെല്ലാവർക്കും മരണശിക്ഷയോ ജീവപര്യന്തമോ കിട്ടാം, അതും കറക്റ്റാണ്. പക്ഷെ 3 2 അതിലധികം ആൾക്കാർ, അത് തെറ്റാണ്. 4 കൂട്ടുപ്രതികൾക്ക് ഇളവൊന്നും കിട്ടില്ല, കാരണം കൂട്ടുപ്രതികൾക്കും എല്ലാവർക്കും തുല്യ ശിക്ഷയാണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2 ശരിയെന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സിൻ്റെ ഉപേക്ഷാപരമായ ഡ്രൈവിങ്ങിനാൽ ഒയ് മരണപ്പെടുകയും സംഭവത്തെപ്പറ്റി ഉടൻ തന്നെ പോലീസ് ഓഫീസറെയോ മജിസ്ട്രേറ്റിൻ്റെയോ റിപ്പോർട്ട് ചെയ്യാതെ എക്സ് രക്ഷപ്പെട്ടാൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? അപ്പോൾ കണ്ടോ, എക്സിൻ്റെ ഉപേക്ഷാപരമായ ഡ്രൈവിങ്ങിനാൽ നമ്മൾ 106ാമത്തെ സെക്ഷനിലേക്ക് എത്തും. ഞാനീ പറഞ്ഞ 106ാമത്തെ വകുപ്പിലേക്ക് എത്തുക. 106ാമത്തെ വകുപ്പിൽ എന്താ പറഞ്ഞേ? ഒരാളുടെ ഉപേക്ഷാപൂർവമായ പ്രവൃത്തി കാരണം മറ്റൊരാൾക്ക് ഒരു അപകടമുണ്ടായി, അല്ലേ? അത് 5 വർഷമാണ് ചെയ്താൽ. പക്ഷേ ഇവിടെ നിർത്താതെ പോയാൽ, അതുകൊണ്ട് ആരെയോ റിപ്പോർട്ട് ചെയ്യാതെ പോയാൽ 106 2 ആണ്. പ്രകാരം ശിക്ഷ എന്ന് പറഞ്ഞാൽ 10 വർഷം വരെയാകാവുന്ന തടവോ പിഴയോ ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 10 വർഷം. അതായത് ആരെയും അറിയിക്കാതെ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ട് നിർത്താതെ പോയാൽ 10 വർഷം കിട്ടും. മരണപ്പെട്ടാൽ പോലും 5 വർഷമേ ഉള്ളൂ, പക്ഷേ നിർത്താതെ പോയാൽ 10 വർഷമാണ്. അടുത്തത്, എ ബിയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കുന്നു, ആയതിനാൽ എക്ക് കിട്ടുന്ന ശിക്ഷ എന്ത്? അതായത് കഠിനമായ ദേഹോപദ്രവത്തിൻ്റെ ശിക്ഷ എന്നതാണ് ചോദിച്ചത്. അതായത് 7 വർഷമാണോ, 5 മുതൽ 7 ആണോ, 10 വർഷമാണോ, കോഗ്നൈസബിൾ ആൻഡ് ബെയിലബിൾ ഒഫൻസ് ആണോ, ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതാണ്? 3 മാത്രം, അല്ലേ? 3 ആണ് ശരി ഉത്തരം. ഏതാണ്? 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകുന്നതായി തടവും പിഴയും കിട്ടുമെന്ന് ഓർമ്മിക്കുക. എ ബിയുടെ കണ്ണിൻ്റെ കാഴ്ച എന്നേക്കുമേ ഇല്ലാതാക്കുന്നു, ആയതിനാൽ എക്ക് കിട്ടുന്ന ശിക്ഷയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? കഠിനമായ ദേഹോപദ്രവം, അല്ലേ? കണ്ണിൻ്റെ കാഴ്ചശക്തി എന്നേക്കുമായി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണേ. അടുത്ത ദിവസത്തിലേക്ക് പോവാം. രാജു രവിയെ പെട്ടെന്നുണ്ടായ പ്രകോപനത്താൽ തലക്കടിച്ച് വീഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ രാജു ചെയ്ത കുറ്റം. പെട്ടെന്നുണ്ടായ പ്രകോപനം എന്ന് പറഞ്ഞാൽ അത് കൊലപാതകം വരില്ല ചില സാഹചര്യങ്ങളിൽ. ആ പ്രകോപനം ഒരിക്കലും വിളിച്ചു വരുത്തിയതാകരുത്. അങ്ങനെ കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട്, അത് 100-ലും 101-ലും പറയുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഇത് കുറ്റകരമായ നരഹത്യയാണ്. കാരണം രാജുവിന് രവിയോട് നേരത്തെ പകയൊന്നും ഇല്ലായിരുന്നു, പ്ലാനിങ്ങും ഇല്ലായിരുന്നു, പെട്ടെന്നുണ്ടായ സ്പോട്ടിൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് കുറ്റകരമായ നരഹത്യയായിട്ട് കണക്കാക്കും എന്നറിയുക. ചെറിയ സംഘടിത കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നവ ഏവ. നമുക്കറിയാം 111 112. 111 സംഘടിത കുറ്റകൃത്യം, 112 ചെറിയ സംഘടിത കുറ്റകൃത്യം അല്ലേ, പെറ്റി ക്രൈം എന്ന് പറയും. പെറ്റി കേസുകൾ പോലത്തെ ചെറിയ കേസുകളാണ്. അപ്പോൾ അതിൽ വരുന്നത് ചരക്ക് മോഷണം വരാം, 1 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെയാകാവുന്ന തടവും പിഴയും കിട്ടാം. സൈബർ കുറ്റകൃത്യങ്ങളാണ്. അതുപോലെ 1 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെയാകാവുന്നതുമായ തടവും പിഴയും. ഇതിലേതൊക്കെയാണ് അതിനകത്ത് വരുന്നത് എന്ന് ചോദിച്ചാൽ 1ഉം 4ഉമാണ് വരുന്നത്. ചരക്ക് മോഷണം ചെറിയ സംഘടിത കുറ്റകൃത്യമാണ്. 1 വർഷം മുതൽ 7 വർഷം വരെയാകാവുന്ന തടവും പിഴയും അതിനകത്ത് വരാം, അതും ഇതിനകത്ത് വരും. അപ്പോൾ 1ഉം 4ഉം എന്നെടുക്കുക. ഇതാണ് ചെറിയ സംഘടിത കുറ്റകൃത്യം. നിങ്ങൾ വായിച്ച് നോക്കണം 112. ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് അതിൻ്റെ സെക്ഷൻസ് നിങ്ങൾ വീട്ടിലിരുന്ന് നന്നായിട്ടൊന്ന് പഠിക്കണം കേട്ടോ. 112 ഇതേപോലെ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും വരില്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് വരും. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് പഠിക്കണം. 112 പഠിക്കണം. അടുത്തത്, എ എന്ന കള്ളൻ ബി എന്നയാളുടെ വീട്ടിൽ മോഷണം നടത്തുന്നു. തടയുവാൻ ശ്രമിച്ച ബിയെ ആക്രമിക്കുന്നു. അപ്പോൾ സ്വയരക്ഷാർത്ഥം എയെ കത്തിയെടുത്ത് കുത്തുകയും എ മരണപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ബി എന്ത് ചെയ്തു? അതായത് ഒരാളുടെ വീട്ടിൽ ഒരാൾ മോഷ്ടിക്കാൻ കയറുന്നു, എന്നിട്ട് ആ ആളെ ഉപദ്രവിക്കുന്നു കള്ളൻ. പക്ഷേ അയാൾ സ്വയരക്ഷാർത്ഥം തിരിച്ചടിച്ചു, കള്ളൻ മരിച്ചുപോയി. എന്താണ് കുറ്റം? ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് ബാധ്യസ്ഥനാണ്. ആരാണ്? ഈ വീട്ടുടമസ്ഥൻ. ഓപ്ഷൻ ബി 3 വർഷത്തെ തടവ് ശിക്ഷ കിട്ടും. ഓപ്ഷൻ സി 5 വർഷത്തെ തടവ് ശിക്ഷ കിട്ടും. ഓപ്ഷൻ ഡി കുറ്റക്കാരനല്ല. കാരണം എന്തുകൊണ്ടാണ്? സ്വയരക്ഷാർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ശരീരത്തിനെതിരെയോ വസ്തുവിനെതിരെയോ 38ാമത്തെ വകുപ്പ് പഠിച്ചോളുക. അതുപോലെ 39, 40, അതുപോലെ 41, 42, 43 ഈ 6 സെക്ഷൻ നിങ്ങൾ നല്ലവണ്ണം വായിച്ചാൽ സ്വയരക്ഷാർത്ഥം ആരെയൊക്കെ എപ്പോഴൊക്കെ കൊല്ലാം എന്നുള്ള കാര്യം അതിനകത്ത് പറയുന്നു. അതുപോലെ 37ാമത്തെ വകുപ്പ് പഠിക്കാതെ ഒരു പരീക്ഷയ്ക്ക് പോകരുത്. സ്വയരക്ഷാവകാശം ഇല്ലാത്ത കണ്ടീഷൻസ് ആണ് അതെന്നറിയുക. ഇതാണ് ഈ പറയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുറ്റക്കാരനല്ല എന്നാണ് ആൻസർ. കാരണം സ്വയരക്ഷയുടെ അവകാശമൊക്കെ ഉണ്ട്. എ ഒരു യാത്ര പോകുവാനായി ബസ്സിൽ കയറുന്നു. എ കമ്പിയിൽ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ബസ്സിലെ ക്ലീനർ ബെല്ലടിക്കുകയും ബസ് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. എ താഴെ തലയടിച്ച് വീണ് മരിക്കുന്നു. ഇവിടെ ക്ലീനർ ചെയ്ത കുറ്റമുണ്ട്. അപ്പോൾ ഇത് അശ്രദ്ധ കാരണമാണ് അല്ലേ? അശ്രദ്ധ കാരണമാണ് ചെയ്തത്. കണ്ടോ? അപ്പോൾ ഇവിടെ ഏത് കുറ്റത്തിന് വരും എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, ഉപേക്ഷ കൊണ്ട് മരണത്തിനിടയാക്കുന്നതാണ്. അശ്രദ്ധ മരണം. അവ 106ാമത്തെ സെക്ഷൻ നമുക്ക് ഇവിടെ എടുക്കാം. കാരണം എന്താണ്? സാഹസികമായതോ ഉപേക്ഷാപൂർവമായതോ ആയ പ്രവൃത്തി കാരണം മറ്റൊരാൾ മരണപ്പെട്ടാൽ 106ാമത്തെ സെക്ഷനാണെന്ന് അറിയുക. അപ്പോൾ അത് ഓർമ്മിക്കാൻ സി ആണ് ആൻസർ. ഒരു സ്ത്രീയുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഏതെങ്കിലും ബന്ധുവോ ഒരു സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ ലഭിക്കുന്ന ശിക്ഷ എന്ത്? അപ്പോൾ ക്രൂരതയ്ക്ക് വിധേയമാക്കിയാൽ, അപ്പോൾ സ്ത്രീയോ സ്ത്രീയുടെ ഭർത്താവോ അല്ലെ ഭർത്താവിൻ്റെ ബന്ധുവോ അല്ലെ, ഒരു സ്ത്രീയെ ഭർത്താവിൻ്റെ ബന്ധുവോ ക്രൂരതയ്ക്ക് വിധേയമാക്കിയാൽ ലഭിക്കുന്ന ശിക്ഷ ചോദിച്ചാൽ ആൻസർ ഇതാണ് 85ാമത്തെ വകുപ്പാണ്. 85, 86 നമുക്ക് പഠിക്കാനുണ്ട് ക്രൂരത എന്നാണ്. അവിടെ നോക്കിയ 3 വർഷത്തെ തടവ് അവർ പിഴ. 3 വർഷത്തെ തടവ് അവർ പിഴ, അതിൽ രണ്ടും കൂടി ലഭിക്കാം. സെക്ഷൻ ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നവയിൽ കഠിന ദേഹോപദ്രവത്തിൽ പെടാത്തത് കണ്ടെത്തുക. കഠിന ദേഹോപദ്രവത്തിൽ പെടാത്തത്. തലയ്ക്കോ മുഖത്തിനോ സ്ഥിരമായ വൈകൃതം ഉണ്ടാക്കുന്നത് കഠിന ദേഹോപദ്രവമാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും പൊട്ടലോ സ്ഥാനഭംഗമോ ഉണ്ടാക്കുന്നത് കഠിന ദേഹോപദ്രവമാണ്. ഒരാളുടെ വൃഷണങ്ങൾ ബലമായി അമർത്തുന്നത് കഠിന ദേഹോപദ്രവമാണ്. ചെവിയുടെയോ കേൾവി സ്ഥിരമായി നഷ്ടപ്പെടുന്നത് കഠിന ദേഹോപദ്രവമാണ്. അപ്പോൾ പെടാത്തത് എന്നാണ് ചോദിച്ചത്, പെടുന്നതെന്നല്ല ചോദിച്ചത്. ഇതിൽ പെടാത്തതെന്ന് വെച്ചാൽ ഒന്നുമില്ല, എല്ലാം പെടും. അപ്പോൾ ആൻസർ മേൽ പറഞ്ഞവയിൽ ഒന്നുമില്ല, പെടാത്തതായിട്ടൊന്നുമില്ല, എല്ലാം പെടും. ആൻസർ ഇതാണ്, ഓപ്ഷൻ ഡി ആണ്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ഓക്കെ. BNS സെക്ഷൻ 26മായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയേത്? അപ്പം BNS സെക്ഷൻ 26മായി ബന്ധപ്പെട്ട വസ്തുതയിൽ ശരിയേത്? ഒരാളുടെ ഗുണത്തിനായി അയാളുടെ സമ്മതത്തോടെ ചെയ്യുന്ന പ്രവൃത്തി ആ വ്യക്തിക്ക് ഹാനി സംഭവിക്കുന്നതിന് കാരണമായാലും കുറ്റകരമാകുന്നില്ല. ഇതിൽ ഗുണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. സാമ്പത്തിക ഗുണമാണോ ജീവൻ രക്ഷിക്കുന്നതും? സാമ്പത്തിക ഗുണം ജീവൻ രക്ഷിക്കുന്നത്, സ്വത്തും ജീവനും രക്ഷിക്കുന്നത്, ഏതാണ് വരുന്നത്? സെക്ഷൻ 26 എന്ന് പറഞ്ഞാൽ ഒരാളുടെ നല്ലതിന് വേണ്ടി അയാളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്, സമ്മതത്തോടെ. ആൻസർ ഓപ്ഷൻ സി ആണ്, ജീവൻ രക്ഷിക്കുന്നത് എന്നാണ് ആൻസർ. എന്നാണ് ജീവൻ രക്ഷിക്കുന്നത്. അടുത്തത്, ഹി സ്ട്രക്ക് അറ്റ് എ ടിപ്പ് ബട്ട് ഡൗൺ ഫെൽ ടിം. ഈ പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട BNSലെ സെക്ഷൻ ഏത്? അതായത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നാണ് ഇതിൻ്റെ അർത്ഥം.
അതിൻ്റെ അർത്ഥം ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ 102. അതായത് ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു, ആൾ മാറി, മറ്റൊരാൾ മരണപ്പെട്ടു. ഇതാണ് ആൻസർ ഓപ്ഷൻ സി. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ട്. അടുത്തത്, ഇസഡിന് സ്വന്തമായ ഒരു സർക്കാർ പ്രോമിസറി നോട്ടിൽ ഏത് വകയ്ക്കാണെന്ന് പറഞ്ഞിട്ടില്ലാത്ത ഒരു അധികാരപ്പെടുത്തൽ ഇരിക്കുന്നതിനെ എ കാണുന്നു. ആ നോട്ട് ഇസഡിന് സ്വന്തമാണെന്ന് അറിഞ്ഞുകൊണ്ടും അതിനെ പിന്നീട് ഇസഡിൻ്റെ അടുക്കൽ തിരികെ ഏൽപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടും ആ നോട്ടിനെ ഒരു ബാങ്കറിൻ്റെ വശം ഒരു കടത്തിൻ്റെ ഉറപ്പ് പത്രമായി പണയം വയ്ക്കുന്നു. എ ചെയ്ത കുറ്റം എന്ത് എന്നാണ്. അപ്പോൾ ഇവിടെ ഇസഡിന് സ്വന്തമായ ഒരു സർക്കാർ പ്രോമിസറി നോട്ടിൽ ഏത് വകയ്ക്കാണെന്ന് പറഞ്ഞിട്ടില്ലാത്ത ഒരു അധികാരപ്പെടുത്തൽ ഇരിക്കുന്നതിനെ എ കാണുന്നു. ആ നോട്ട് ഇസഡിൻ്റെ സ്വന്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നീട് ഇസഡിന് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എ എന്ത് ചെയ്തു? ദുരുദ്ദേശപരമായി അതിനെ എടുത്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമാവും. അവിടെ നിങ്ങൾ ഓർക്കേണ്ട കുറ്റം എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കണം, ഒരാളുടെ വസ്തു അന്യായമായി നമ്മളുടെ അല്ലെങ്കിൽ നമ്മുടെ കൈവശമെത്തി, അത് ആരുടേതാണെന്ന് അറിഞ്ഞിട്ട് തിരികെ കൊടുക്കാൻ മനസ്സ് കാണിച്ചില്ലെങ്കിൽ അത് ദുർവിനിയോഗം എന്നറിയുക. ഓപ്ഷൻ സി ആണ് ആൻസർ. വസ്തുക്കളെ വഞ്ചനാപരമായി ദുർവിനിയോഗം ചെയ്യുന്നത്. സ്വകാര്യ വ്യക്തിയാൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അയാളെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം? അപ്പോൾ സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ മാക്സിമം നേരത്തെ CRPC ആയിരുന്നപ്പോൾ ഉള്ളത് എത്രയും വേഗം വന്നായിരുന്നു. പക്ഷേ ഇവിടെ ഇനിയുള്ളത് 6 മണിക്കൂറിനുള്ളിൽ എത്തിക്കണം. അതുപോലെ താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടതാണ്. ശരിയാണ്. അറസ്റ്റിനെക്കുറിച്ച് ബന്ധുവിനെയോ സുഹൃത്തിനെയോ അറിയിക്കാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അവകാശമുണ്ട്. ശരി. അറസ്റ്റിൻ്റെ വിവരങ്ങൾ ജില്ലയിലെ നിയുക്ത പോലീസ് ഓഫീസർക്ക് നൽകണമെന്ന് നിർബന്ധമല്ല. അത് നിർബന്ധമാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ്. കാരണം BNSSലെ 37ാമത്തെ വകുപ്പ്, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ 37ാമത്തെ വകുപ്പ് പറയുന്നത് എന്താണ്? അറസ്റ്റിൻ്റെ വിവരങ്ങൾ ജില്ലയിലെ നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ. നിയുക്ത പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? ASI റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാണ്. അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അറിഞ്ഞിരിക്കണം എന്നാണ് അവിടെ ആൻസർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി രക്ഷപ്പെടുന്നത് തടയാനായി ഏത് വിധത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്താം. വാറണ്ട് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിനായി പോലീസിന് പ്രാദേശിക അധികാരപരിധിക്ക് അപ്പുറം പോകാൻ കഴിയില്ല. 2 പ്രസ്താവനയും ശരിയാണ്, 2 പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, 2 പ്രസ്താവനയും തെറ്റാണെന്നാണ്. അതായത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി രക്ഷപ്പെടുന്നത് തടയാനായി ഏത് വിധത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്താമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് 46ാമത്തെ വകുപ്പിൽ പഠിച്ചിട്ടുണ്ട്, ആവശ്യത്തിലും അധികം നിയന്ത്രണപ്പെടുത്താൻ പാടില്ല. അതുപോലെ 2, വാറണ്ട് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിനായി പോലീസിന് പ്രാദേശിക അധികാരപരിധിക്ക് അപ്പുറം പോകാനൊക്കെ പറ്റും. അപ്പോൾ 2 പ്രസ്താവനയും തെറ്റാണെന്നറിയുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പോലീസ് ഉദ്യോഗസ്ഥന് താഴെ നൽകിയിട്ടുള്ള ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൈവിലങ്ങ് ഉപയോഗിക്കാം? കൈവിലങ്ങ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ വലിയ കുറ്റങ്ങളാണ്, തീവ്രവാദ പ്രവർത്തനം, മയക്കുമരുന്ന്, കൊലപാതകം, എല്ലാത്തിലും കൈവിലങ്ങ് ഉപയോഗിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. താഴെ പറയുന്നവയിൽ ഏതാണ് വാറണ്ട് കേസായി പരിഗണിക്കാവുന്ന കുറ്റകൃത്യം? നമുക്കറിയാം 2 Z, 2 X സമൻസ് കേസ്, 2 Y ഇര, 2 Z വാറണ്ട് കേസ്. ഈ വാറണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ അത് വാറണ്ട് കേസായി പരിഗണിക്കും. ഓർമ്മയുണ്ടല്ലോ 2 Z. അടുത്തത്, പൊതുജനങ്ങൾക്ക് എപ്പോഴെല്ലാം മജിസ്ട്രേറ്റിനും പോലീസിനും പിന്തുണ നൽകാൻ കഴിയും? നമ്മളിത് ഫസ്റ്റ് മൊഡ്യൂളുകളിലാണ് പഠിക്കുന്നത്. BNSSലെ മജിസ്ട്രേറ്റോ പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകിയിട്ടുള്ള വ്യക്തിയെ പിടികൂടുവാൻ വേണ്ടി, ആ വ്യക്തി രക്ഷപ്പെടുന്നത് തടയുന്നതിന് വേണ്ടി, ഏതെങ്കിലും പൊതു സ്വത്തിന് കേടുപാടുകൾ വരുത്തുന്നത് തടയാൻ വേണ്ടി. നല്ല കാര്യമല്ലേ? ഈ 3 കുറ്റകൃത്യങ്ങളാണ്. എന്താണ്? മജിസ്ട്രേറ്റോ പോലീസ് ഉദ്യോഗസ്ഥനോ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകിയിട്ടുള്ള വ്യക്തിയെ പിടികൂടുവാൻ വേണ്ടി, ആ വ്യക്തി രക്ഷപ്പെടുന്നത് തടയാൻ വേണ്ടി, ഏതെങ്കിലും പൊതു സ്വത്തിന് കേടുപാടുകൾ വരുത്തുന്നത് തടയുവാൻ വേണ്ടി. അപ്പോൾ ഇത് 3 തടയുവാൻ വേണ്ടി എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിനെയോ പോലീസിനെയോ ജനങ്ങൾക്ക് സഹായിക്കാം. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം എന്നാണ് ആൻസർ. MC നോട്ടൻസ് കേസ് BNSലെ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം ഇദ്ദേഹമാണ് ഇൻസാനിറ്റി അല്ലെങ്കിൽ ചിത്തഭ്രമവുമായി ബന്ധപ്പെട്ട പരീക്ഷണം നടത്തിയ വ്യക്തി. അപ്പോൾ ആൻസർ ഇൻസാനിറ്റി അല്ലെങ്കിൽ ചിത്തഭ്രമം, അല്ലെങ്കിൽ ഓർമ്മിക്കുക അൺസൗണ്ട് മൈൻഡ്, മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയെ പറ്റി പറയുന്ന സെക്ഷൻ 22 ആണെന്നറിയുക, ഇൻസാനിറ്റി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. BNSS സെക്ഷൻ 36 പ്രകാരം ശരിയായത് ഏത്?
36ാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. നോക്കാം. അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് തൻ്റെ തിരിച്ചറിയൽ രേഖ കാണും വിധം ധരിക്കണം. ശരി. അറസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണം. ശരിയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ മെമ്മോറാണ്ടത്തിൽ ഒപ്പുവയ്ക്കണം. ശരിയാണ്. 1, 2, 3 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 1, 2, 3 ശരിയാണെന്ന് അറിയുക. അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 36ാമത്തെ വകുപ്പിൽ നിന്ന് അറിയുക. കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? അപ്പോൾ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ദേഹപരിശോധനയുമായി ബന്ധപ്പെട്ട സെക്ഷനുണ്ട്. അപ്പോൾ അത് ആർക്കാണ് അധികാരം എന്ന് ചോദിച്ചാൽ സ്വകാര്യ വ്യക്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി, സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാളെ പിടിക്കാനുള്ള അധികാരമുള്ള, അയാളെ ദേഹപരിശോധന നടത്താനുള്ള അധികാരമുള്ളത്. ചിത്തഭ്രമമുള്ള ഇസഡ് എ എന്നയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത് 36ാമത്തെ വകുപ്പ്, BNSലെ 36ാമത്തെ വകുപ്പ് സ്വയരക്ഷാവകാശവുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. കണ്ടോ, ചിത്തഭ്രമമുള്ള ഇസഡ് എ എന്ന ആളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇസഡ് ഒരു കുറ്റത്തിനും അപരാധിയായി തീരുന്നതല്ല. എന്നാൽ ഇസഡ് സ്ഥിരബുദ്ധിയുള്ളവൻ ആയിരുന്നെങ്കിൽ എക്ക് എന്ത് സ്വയരക്ഷാവകാശം ഉണ്ടായിരുന്നോ അതേ അവകാശം ഇസഡിന് ചിത്തഭ്രമമുള്ളപ്പോൾ ലഭ്യമാണ്. ഇതിൽ പ്രസ്താവന എയും ബിയും ആണ്. രണ്ടും ശരിയാണോ രണ്ടും തെറ്റാണോ എന്താണെന്ന് നോക്കാം. അതായത് ചിത്തഭ്രമമുള്ള ആളിനെതിരെ നമ്മൾ സ്വയരക്ഷാവകാശം പ്രയോഗിച്ചാലും കുഴപ്പമില്ല. കാരണം നമുക്ക് നമ്മുടെ ജീവനാവരുത്, അയാൾക്ക് അറിയില്ലല്ലോ, അയാൾ നമ്മളെ കൊല്ലാൻ വരികയാണെങ്കിൽ നമുക്ക് സ്വയരക്ഷാവകാശം പ്രയോഗിക്കാം. 36ാമത്തെ വകുപ്പിൽ പറയുന്നതാണ്. അതുകൊണ്ട് യാതൊരു കുറ്റവുമില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് പ്രസ്താവന ശരിയാണ് എന്നാണ് ആൻസർ. ഈ പ്രസ്താവന ശരിയാണ്. നന്നായിട്ട് പഠിച്ചോളണം ഈ സെക്ഷൻ. അടുത്തത് ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയെന്നാണ്. അതെല്ലാവർക്കും അറിയാം. ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1098 ആണ് ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ. വിഷം കുടിച്ച് മരിച്ച ഒരാളുടെ മരണകാരണം ഏത് തരം വിഷമാണ് അയാൾക്ക് ബാധിച്ചതെന്നും ആ വിഷം ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ എന്നിവ സംബന്ധിച്ച് വിദഗ്ധരുടെ അഭിപ്രായം പരിഗണിക്കാവുന്നതാണ് എന്ന് പറയുന്ന ഭാരതീയ സാക്ഷി അധിനിയമത്തിലെ വകുപ്പ് ഏത്? BS ഭാരതീയ സാക്ഷി അധിനിയവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതെന്നാണ് ചോദിച്ചത്. വകുപ്പ് ഏതാണ്? വകുപ്പ് 39 ആണ്. വിദഗ്ധന്മാരുടെ അഭിപ്രായം ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് ഭാരതീയ സാക്ഷി അധിനിയം 39ാമത്തെ വകുപ്പെന്ന് അറിയുക. എക്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ CA അയാൾ കുറ്റകൃത്യം ചെയ്തുവെന്ന് കുറ്റസമ്മതം നൽകുവാൻ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി ഉപദ്രവിക്കുന്നു. ഇവിടെ എക്സ് ചെയ്ത കുറ്റം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ അറിയാം, കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. അതായത് എന്തിനാണ്? കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടി കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന വകുപ്പാണ് BNSലെ വകുപ്പ് 120 എന്ന് നിങ്ങൾ അറിയുക. BNSലെ വകുപ്പ് 120. ഓക്കെ ആണ്, ഇതാണ് വകുപ്പ്. അടുത്തത് BSA പ്രകാരം താഴെ പറയുന്നതിൽ ഏത് കുറ്റസമ്മതമാണ് സ്വീകാര്യമായത്? കുറ്റസമ്മതം സ്വീകാര്യമായത് എപ്പോൾ? ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ തടങ്കലിൽ വെച്ച് നടത്തുന്നത്, അത് സ്വീകാര്യമല്ല. മാപ്പ് സാക്ഷിയാക്കാമെന്ന വ്യവസ്ഥയിൽ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് നടത്തുന്നത് സ്വീകാര്യമല്ല. മജിസ്ട്രേറ്റിന് മുമ്പാകെ നടത്തുന്നത് സ്വീകാര്യമാണ്. ആൻസർ 3 ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി 3 ആണ് ശരി ഉത്തരം. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നടത്തുന്നത് മാത്രമേ സ്വീകാര്യമായിട്ടുള്ളൂ. അല്ലാതെ ഏത് പ്രചോദനമോ ഭീഷണിയോ ഉണ്ടെങ്കിലും എന്താണ് കുറ്റസമ്മതം സ്വീകാര്യമല്ല എന്ന് പറയുന്ന വകുപ്പാണ് BSAയിലെ 22 എന്നറിയുക. അതുപോലെ BNSSലെ 182 അറിയുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. BNSലെ ലൈംഗിക പീഡനത്തെക്കുറിച്ച് തെറ്റായത് ഏതാണ്? അനലഭിഷണീയമായതും പ്രത്യക്ഷത്തിൽ ലൈംഗിക സ്വഭാവത്തോടു കൂടിയതുമായ ശാരീരിക ബന്ധമോ നീക്കങ്ങളോ നടത്തൽ, ലൈംഗിക കാര്യങ്ങൾക്കായി ആവശ്യപ്പെടുകയോ അപേക്ഷിക്കുകയോ ചെയ്യുക, ഒരു സ്ത്രീയുടെ താല്പര്യത്തിന് വേണ്ടി അശ്ലീല ചിത്രങ്ങൾ എടുക്കുന്നത്, ലൈംഗിക ചുവയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. ഇതിലേതാണ് ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് തെറ്റായത്? അതായത് 75ാമത്തെ വകുപ്പാണ്. BNSലെ 75ാമത്തെ വകുപ്പാണ്. നമുക്കറിയാം, സ്പർശനം, ആവശ്യപ്പെടൽ, പോർണോഗ്രഫി, ഈ 3 കാര്യവുമാണ് അവിടെ വരുന്നത്. കഠിനതടവും പിഴയും, 3 വർഷത്തെ കഠിനതടവും പിഴയും, പിന്നെ കമൻറ്റ് 1 വർഷം. ഇതിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്. വേണ്ടി അശ്ലീല ചിത്രങ്ങൾ എടുക്കുന്നത് ഇവിടെ വരുന്നില്ല. പോർണോഗ്രഫി കാണിക്കുന്നതാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. നിങ്ങൾ 75 പഠിക്കുക. ഓക്കെ, അപ്പോൾ പീഡനവുമായി ബന്ധപ്പെട്ട 75ാമത്തെ വകുപ്പ്, BNSലെ 75ാമത്തെ വകുപ്പ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചു. എല്ലാ മോഡ്യൂളും ഒന്ന് കവർ ചെയ്തു. അപ്പോൾ നമ്മുടെ എന്താണ് PYQ സെഷൻ്റെ 2ാമത്തെ പാർട്ടാണ് കഴിഞ്ഞത്. അപ്പോൾ 1ാമത്തെ പാർട്ട് കാണാത്തവർ അത് കാണുക.
ഇന്ന് രണ്ടാമത്തെ പാർട്ട് കഴിഞ്ഞു. അത്യാവശ്യം ഒരുപാട് സെക്ഷൻസ് നമ്മൾ പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. കുറച്ചുകൂടെ നീട്ടിപ്പാണ്. ഈ സെക്ഷനുകളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയും കൂടെ വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂസ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.